ചിലർ പറയുന്നു അമേരിക്കയാണത്രേ ഇസ്രായേലിന്റെ യജമാനെന്ന്, മറ്റു ചിലർ പറയുന്നു ഇസ്രായേലാണത്രേ അമേരിക്കയുടെ യജമാനെന്ന്. കൂട്ടുകാരെ, ഈ ദ്വന്ദ്വം എന്ന് പറയുന്നത് വെറും ഒരു കൺകെട്ട് വിദ്യ. അടിമയുമല്ലവർ, യജമാനനുമല്ല, ഒരേ ആയുധത്തിന്റെ ഇരുമൂർച്ചകൾ. ഒരറ്റം പണമൊഴുക്കുന്നു, മറുവറ്റം നിരയൊഴിക്കുന്നു. ഒരറ്റം ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ മൊഴിയുന്നു, മറുവറ്റം ആകാശത്ത് നിന്ന് തീമഴ പെയ്യിക്കുന്നു. അവരുടെ ചലനങ്ങൾ ഒരേ താളത്തിൽ, അവരുടെ ചിന്തകൾ ഒരേ തലത്തിൽ, അവരുടെ കൊലകൾ ഒരേ ലയത്തിൽ. ഒരാൾ മറ്റേയാളെ അടക്കി നിർത്തുന്നു. അത് നല്ലതല്ലേ, അല്ലേ എന്ന് അവർ തന്നെ പറയും. അതൊരു പെരും നുണയാണ്. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന മിഥ്യാബോധം നിലനിർത്താനായി പരത്തുന്ന ഒരു പെരും നുണ. സത്യത്തിൽ ആരാണിവർ? ഒരേ അതിക്രമത്തിന്റെ കൂട്ടെഴുത്തുകാരാണവർ. അവരെ ബന്ധിപ്പിക്കുന്നത് ധാർമ്മികതയൊന്നുമല്ല, ആ കൂട്ടെഴുത്തിന്റെ രീതിശാസ്ത്രമാണ്. ഇതിലും ഭംഗിയായിട്ട് അമേരിക്കൻ ഇസ്രായേൽ ട്രംപ് നെതന്യാഹു കൂട്ടുകെട്ടിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെ പറ്റുമല്ലേ? സോണി താങ് എന്നൊരു മനുഷ്യൻ എക്സിൽ എഴുതിയ ഒരു പോസ്റ്റിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്കിത് കേട്ടപ്പോൾ നിങ്ങളോടത് പറയണമെന്ന് തോന്നി. കാരണം അമേരിക്കയും ഇസ്രായേലും ഗസ കൂട്ടക്കൊലയ്ക്കും ഖത്തറിനും ഇറാനിലും എയർ സ്ട്രൈക്ക് നടത്തിയതിനുമൊക്കെ നെതന്യാഹു ചെയ്യുന്ന മറ്റു യുദ്ധക്കുറ്റങ്ങൾക്കുമൊക്കെ ഒരേപോലെ ഉത്തരവാദിയാണെന്ന് അമേരിക്കയും ഉത്തരവാദിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ഏതൊരു ചർച്ചയും സാധ്യമാകൂ എന്നതാണ് എന്റെ നിലപാട്. അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഗസയുടെ ഒരു ചർച്ചയ്ക്കും സത്യസന്ധതയില്ല. നിങ്ങളുടെയൊക്കെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ് ശരിക്ക്? ഇന്നലെ 2025 സെപ്റ്റംബർ 15 അറബ് ഇസ്ലാമിക് സമ്മിറ്റ് ഖത്തറിൽ നടന്നു, ദോഹയിൽ. അവർ കുറെ തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഇസ്രായേലിന്റെ ചെയ്തികളെ വെറുതെ അങ്ങ് തള്ളി പറഞ്ഞാൽ മാത്രം മതിയോ, അപലപിച്ചാൽ മതിയോ? ഇസ്രായേൽ ചെയ്ത് തെറ്റായിപ്പോയി, ഇത് കുറ്റമാണ്. എന്താണ് അറബ് ഇസ്ലാമിക് സമ്മിറ്റിൽ ശരിക്കും നടന്നത്? ഗസയ്ക്ക് വേണ്ടി ഒന്നും നടന്നില്ല, വെറും പ്രഹസനം മാത്രം. എല്ലാവരും ബിരിയാണിയും മന്തിയും കഴിച്ച് പിരിഞ്ഞു. അവർക്ക് അമേരിക്കയെ ഭയമാണ് എന്ന അഭിപ്രായമാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളവർ പറയുന്നു ഖത്തർ അമീർ ആഞ്ഞടിച്ചു, സൽമാൻ രാജകുമാരൻ തീപ്പൊരിയായി, നാറ്റോയ്ക്ക് ബദലായി നാറ്റോ സ്റ്റൈൽ അറബ് സൈനിക സേനാ പദ്ധതി ഉണ്ടാകണമെന്ന് ഇറാഖ് ആഹ്വാനം ചെയ്തു. ഇസ്രായേലിനെതിരെ ഉപരോധത്തിന് അറബ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു തുടങ്ങിയ വാർത്തകളും ചില അറബ് മാധ്യമങ്ങളിലും അൽ ജസീറയിലും ഒക്കെ കാണാനുണ്ട്. നമുക്ക് സത്യം പരിശോധിക്കാം. ഈ വിഷയത്തിൽ റീബിൽഡ് ഗസയുടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഷമീൻ സുലൈമാൻ എഴുതിയതാണ് എനിക്ക് മാധ്യമ വാർത്തകളെക്കാൾ കുറച്ചുകൂടി സ്വീകാര്യമായി തോന്നിയത്. അവരുടെ എക്സിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇൻട്രോ, ഞാൻ പാലസ്തീനിൽ നിന്നല്ല, പക്ഷെ പാലസ്തീനായി ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പാലസ്തീനിനും അവരുടെ ജനങ്ങളുടെ പ്രതിരോധിക്കാനുള്ള അവകാശത്തിനും ഒപ്പമാണ് എന്നാണ്. അവർ UK-യിലാണ് സ്വന്തം സ്ഥലം. ദോഹ ഉച്ചകോടിയിൽ നടന്ന കാര്യങ്ങളിലെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നതാണ് അവർ പരിശോധിക്കുന്നത്. പ്രസംഗിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ ആരെക്കൊണ്ടും സാധിക്കും, എന്നാൽ അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കാനോ ഗസയെ രക്ഷിക്കാനോ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. എല്ലാ രാഷ്ട്ര നേതാക്കളും ഖത്തറിൽ നടന്ന ആക്രമണത്തെ അപലപിക്കാനും തള്ളി പറയാനും ഒക്കെ നിരനിരയായി നിന്നു. എന്നാൽ ഗസയിലെ ഒരു ജീവനെ പോലും രക്ഷിക്കാനോ മാറ്റിമറിക്കുന്ന തരത്തിൽ നിർണായക നടപടികളൊന്നുമില്ലാതെ സമ്മിറ്റ് അവസാനിച്ചു. ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ പുനഃപരിശോധിക്കലോ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടലെന്നതോ ഉള്ള ഡ്രാഫ്റ്റ് വരികൾക്കടിയിൽ കൃത്യമായ ഒപ്പുകൾ വേണം, തീയതികൾ വേണം, നടപ്പിലാക്കേണ്ട രീതി വേണം. ഇവയൊന്നുമില്ലാതെ അതിൽ യാതൊരു അർത്ഥവുമില്ല. വെറും വ്യർത്ഥമായ വാക്കുകളാലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അറബ് സമ്മിറ്റിൽ കണ്ടത്. അതുകൊണ്ട് ഗസയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അറബ് രാജ്യങ്ങൾക്ക് ഗുണമുണ്ടായേക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്? അടിയന്തരമായിട്ട് ഇസ്രായേലിന് ആയുധ നിരോധനമാണ് പ്രഖ്യാപിക്കേണ്ടത്. അംബാസഡർമാരെ തിരിച്ചു വിളിക്കാനാണ് രാജ്യങ്ങൾ തയ്യാറാകേണ്ടത്. വ്യാപാരവും ബാങ്കിങ്ങും ബന്ധങ്ങളും മരവിപ്പിക്കുക, ആയുധങ്ങൾ കൊണ്ടുപോകുന്ന വ്യോമമാർഗങ്ങൾ അടയ്ക്കുക, ICJ നിർവഹണത്തിന് ധനസഹായം നൽകുക. അപ്പോൾ ഉടനടി ഗസയിലുള്ളവരെ ചികിത്സയ്ക്കായി പുറത്തോട്ട് കൊണ്ടുപോകുന്നതിന്, ഇന്ധനത്തിന്, വെള്ളത്തിന്, ശസ്ത്രക്രിയാ സാമഗ്രികൾക്കൊക്കെയായി അതിർത്തികൾ തുറന്നു കൊടുക്കുക. ഇതല്ലേ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്? പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവിടെ വാക്കുകളെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്താൽ ഈ മാസം സ്പെയിനിൽ ഇസ്രായേലിന്റെ ഏകദേശം 1 ബില്യൺ യൂറോ മൂല്യമുള്ള 2 ആയുധ കരാറുകൾ, 700 മില്യൺ യൂറോയുടെ എൽബിറ്റ് ഡീൽ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കി തുറമുഖങ്ങളിലൂടെയും വ്യോമമാർഗവും ആയുധ ഇന്ധന ഷിപ്മെന്റുകൾ നിയന്ത്രിക്കുകയും ചെയ്തു. അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ വേദിയിലുള്ള കവിതയല്ല, അതാണ് നയം.
ഇങ്ങനെയൊക്കെയല്ലേ ശരിക്കും ചെയ്യേണ്ടത്? പക്ഷെ യമൻ തങ്ങളുടെ നിലപാട് വ്യക്തമായി സമ്മിറ്റിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള നിരന്തരമുള്ള ഉച്ചകോടി പ്രസ്താവനകളൊന്നും വംശഹത്യയെ തടയാൻ പോകുന്നില്ല. ഒരു ബ്ലോക്ക് പോലും ഇസ്രായേലിനെ ഭീകരവാദ വർഗീയ വിഭജന ഒരു രാജ്യമായി പേരുച്ചരിക്കാൻ പോലും തയ്യാറല്ലെങ്കിൽ ഇത്തരം അന്തിമ പ്രസ്താവനകളൊക്കെ പ്രവൃത്തിയിൽ നിന്നും ഒളിച്ചാടാനുള്ള ഒരു മറ മാത്രമാണ് എന്ന്. അതല്ലേ ശരിക്കും സത്യം? ഇസ്രായേലിലെ ഭീകരവാദ തീവ്രവാദ രാജ്യമായി പോലും ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കാനോ മുദ്ര കുത്താനോ ആർക്കും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഗസ രക്ഷപ്പെടുക, ഗസയിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുക? തീരുമാനങ്ങൾ എടുക്കാൻ, നടപ്പാക്കാൻ ഓരോ മണിക്കൂർ വൈകുന്തോറും എന്താണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ മരണങ്ങൾ, കൂടുതൽ പട്ടിണി, അനസ്തീഷ്യ പോലും ഇല്ലാതെയാണ് അവിടെ ബോംബിടുന്നവരുടെയൊക്കെ കയ്യും കാലും നഷ്ടപ്പെടുന്നവരുടെ ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത്. ഇതൊക്കെയാണ് ഗസയിൽ നടക്കുന്നത്. അതിന്റെ അനന്തരഫലം. അപലപിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. നമുക്കിപ്പോ എന്ത് കാര്യങ്ങളെ കുറിച്ച് അപലപിക്കാം. എന്നാൽ സംരക്ഷണത്തിന് വലിയ വില കൊടുക്കേണ്ടതുണ്ട്. ആ വില കൊടുക്കാനും നടപ്പിലാക്കാനുമാണ് രാജ്യങ്ങൾ തയ്യാറാകേണ്ടത്. ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാൽ, ഇസ്രായേൽ പറയുന്നത് ഗസയിലെ മുഴുവൻ മനുഷ്യരെ നാട് കടത്തിയതിനു ശേഷം ഞങ്ങൾ മാനുഷിക സഹായങ്ങൾ നൽകുമെന്നാണ്. അവിടെ ബാക്കിയാവുന്ന ആളുകൾക്ക് ഈ ഉപരോധ നയവും നിർബന്ധിത ജനസംഖ്യാ നിയന്ത്രണവുമാണ് ഈ സംഗതി. പട്ടിണി എന്ന് പറയുന്ന യുദ്ധമാർഗമായിട്ട് ഉപയോഗിക്കുന്നത് യുദ്ധ കുറ്റമാണ്. എന്താണ് ശരിക്കും ഗസയിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ആശുപത്രികളിൽ മരുന്നില്ല, രക്തമില്ല. 4 ദിവസത്തിനുള്ളിൽ 10 UNRWA കെട്ടിടങ്ങളാണ് ബോംബിട്ട് തകർത്ത്. ഇക്കഴിഞ്ഞ 4 ദിവസത്തെ കണക്കാണിത്. ആളുകൾ രോഗം പടരുന്ന മാൽവാസി ക്യാമ്പുകളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാവുകയാണ്. ഇത് മാനുഷിക നിയമമല്ല, കൂട്ടശിക്ഷയാണ്, അന്താരാഷ്ട്ര കാപട്യമാണിത്. ഞങ്ങൾ തകർക്കുന്ന കെട്ടിടങ്ങൾ ഹമാസിന്റെ കേന്ദ്രങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗസയിലെ ആളുകളോട് എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഹമാസിനെ വെട്ടിനിരത്താണ്, ഇവിടം വിട്ട് നിങ്ങൾ പോണെന്ന്. അവർ എവിടേക്കാണ് പോകേണ്ടത്? ഗസയിലെ ജനങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? ഇന്ന് അൽ യർമുക്ക്, അൽ ഗഫ്രി ടവർ എന്നിവിടങ്ങളിൽ ആക്രമിക്കപ്പെട്ടു. മാൽവാസിയിലെ ഒരു വികലാംഗ വനിതയും പത്രപ്രവർത്തകനായ മുഹമ്മദ് അൽ ഖൈഫിയും കൊല്ലപ്പെട്ടു. അൽ ജല തെരുവുകളിൽ കാറുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഡ്രോണുകൾ നഗരങ്ങളിൽ ബോംബുകൾ വർഷിച്ചു. മരണത്തിലേക്കുള്ള ഒഴിപ്പിക്കൽ സംരക്ഷണമല്ല. അറബ് ഇസ്ലാമിക് സമ്മിറ്റ് നടക്കുന്ന ദിവസം ഗസയിൽ നടന്ന കാര്യം അത്. അൽ അക്സയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വർഗീയ വിഭജനവും ഒന്ന് പരിശോധിച്ചാൽ ഇസ്രായേലി സെറ്റിലേഴ്സ്, കുടിയേറ്റക്കാർ സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ അൽ അക്സ ആക്രമിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അൽ ഖൈറിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇത് സുരക്ഷയല്ല, ആധിപത്യത്തിന്റെ ദൈനംദിന ആധുനിക രൂപമാണ്. ദോഹ ആക്രമണം സംബന്ധിച്ച വാർത്തകൾ എടുത്താലോ, ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നു ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ വഴക്കുണ്ടായി, ദോഹ ആക്രമിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു, മൊസാദ് ഇതിനോട് യോജിച്ചില്ല എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ കണ്ടതാണ്. ദോഹ ആക്രമണത്തിന് മുമ്പ് വാഷിംഗ്ടണ് വിവരം അറിയിച്ചു എന്നാണ് ഒരു കൂട്ടർ ആരോപിക്കുന്നത്. ഉള്ളിൽ ഇങ്ങനെയൊക്കെ തമ്മിൽ തല്ലും കലാപവും നടക്കുമ്പോഴും പരസ്യമായിട്ട് ഇവർ പറയുന്നത് സമാധാനം, നയതന്ത്രം എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദം. അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പുതിയ ആക്രമണങ്ങൾ ഇസ്രായേലി യുദ്ധ തടവുകാർക്ക് നല്ലതായിരിക്കില്ലെന്ന്. ഹോസ്റ്റേജസ് ഉണ്ടല്ലോ ഹമാസിന്റെ കയ്യിൽ. ഇത് ഗുഡ് ഫെയ്ത്ത് അല്ല, മറിച്ച് ജീവിതം വെച്ചുള്ള PR അഭ്യാസമാണ്. സത്യാവസ്ഥ എന്താണ്? ഒരു റിയാലിറ്റി ചെക്ക് നമുക്ക് എപ്പോഴെങ്കിലും നടത്തേണ്ടതില്ലേ? റിയാലിറ്റി ചെക്ക് നടത്തിയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് UN സ്കൂളുകളിൽ, ഇസ്രായേലിന് UN സ്കൂളുകളിൽ ബോംബിടാനോ, ആശുപത്രികളിലെ ദാരിദ്ര്യ കേന്ദ്രമാക്കി മാറ്റാനോ, കുടുംബങ്ങളെ ഇരുമ്പ് മറകൾക്ക് പിന്നിൽ അടയ്ക്കാനോ യാതൊരു അവകാശവുമില്ല. ഇതൊന്നും ഒരു നിയമവും അനുശാസിക്കുന്നതല്ല. നിങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് ടവറുകൾ തകർത്ത് പ്രിസിഷൻ അറ്റാക്ക് എന്ന് അവകാശപ്പെടാനും കെട്ടിടം തകർന്ന് കൂടിക്കിടക്കുന്ന കല്ലുകളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് പ്രിസിഷൻ ഇതാണെന്ന് പറയാനും ഒന്നും കഴിയില്ല. നിങ്ങളുടെ ഇത്തരം പ്രൊപ്പഗാൻഡകളൊക്കെ പൊളിയാൻ ഇന്ന് ഒരേ ഒരു ദിവസം ഗസയിൽ മരിച്ചു വീണവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ഉച്ചകോടിക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ദുഃഖം നിങ്ങൾ അഭിനയിക്കുന്നത് നിർത്തണം. ആയുധങ്ങൾ നിരോധിക്കുക, അതിർത്തികൾ തുറക്കുക, നിയമം നടപ്പിലാക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ മനസാക്ഷിയേക്കാൾ നിങ്ങൾ സുഖം തെരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾ പരസ്യമായി സമ്മതിക്കുക. ഇസ്രായേലിന്റെ കള്ളപ്രചാരണത്തിനുള്ള മറുപടി പൗരന്മാർക്കെതിരായ ഓരോ ആക്രമണവും, ഓരോ ഉപരോധവും, അൽ അക്സയിൽ നിങ്ങൾ നടത്തുന്ന ഓരോ ആക്രമണവും നിങ്ങളുടെ കള്ളം സ്വയം വെളിപ്പെടുന്നതാണ്. ലോകത്തിന് നിങ്ങളുടെ പ്രസ്താവനകൾ ആവശ്യമേയില്ല. ഗസയ്ക്ക് ആവശ്യം ഉപരോധം അവസാനിപ്പിക്കുകയും കൂട്ടക്കൊല, വംശഹത്യ അവസാനിപ്പിക്കലുമാണ്. ഇതാണ് ഷമീം സുലൈമാൻ എഴുതിയതിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷ. ഇതൊക്കെയാണ് അവർ ഏകദേശം എഴുതിയത്. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇതിൽ ഓരോ വരിയും നിങ്ങൾ ഓർത്ത് നോക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വരിയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് കൂടി എത്തണമെന്ന്
ഞാൻ ആഗ്രഹിച്ചത്. ഗസയ്ക്ക് ആവശ്യം ഇത്തരം അറബ് ഉച്ചകോടികളോ, അറബികൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയലോ, വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളോ, ഇസ്രായേലിന്റെ വാഗ്ദാനങ്ങളോ, അമേരിക്കയുടെ സമാധാന ഒന്നുമല്ല. ഗസയ്ക്ക് ആവശ്യം എന്താണ്? ഉപരോധം അവസാനിപ്പിക്കൽ, വംശഹത്യ അവസാനിപ്പിക്കൽ. അതിനായി നിലകൊള്ളാൻ ഏത് അറബ് രാജ്യത്തിന് ധൈര്യമുണ്ട് എന്നതാണ് ചോദ്യം. ഏത് അറബ് രാജ്യത്തിന് തൻ്റെ ഇടമുണ്ട്? ആർക്ക് ആത്മാർത്ഥതയുള്ളത് ആർക്കാണ്? അല്ലാതെ ആത്മാർത്ഥതയില്ലാതെ ഇത്തരം ഉച്ചകോടികൾ ഗസയുടെ കണ്ണീർ തുടയ്ക്കുകയില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തും ഗസയിൽ അക്രമങ്ങൾ നടക്കുകയാണ്. മനുഷ്യർ മരിച്ചു വീഴുകയാണ്. പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുക, കുടിവെള്ളമില്ലാതെ, അവശ്യ മരുന്നുകളില്ലാതെ. കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്നും പറയാതിരിക്കാൻ നല്ലേ. 2 ദിവസം തൊണ്ടേന്ന് പിന്നെ നമുക്ക് വെള്ളം ഇറങ്ങില്ല. ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഇതൊക്കെയാണ് ഗസയിൽ നടക്കുന്ന പ്രശ്നം, ഇതൊക്കെയാണ് ഉച്ചകോടിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇതിനൊക്കെയാണ് പരിഹാരം കാണേണ്ടത് എന്ന് എന്നെങ്കിലും തിരിച്ചറിയുമോ? അവർ ഈ ഗസയുടെ ദുരിതം കാണുമോ എന്നതാണ് നമ്മുടെ ചോദ്യം.